നമസ്കാരം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൂളുകളും അതോടൊപ്പം തന്നെ മെനൂസും കവർ ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്കിനി പ്രൊഫഷണലായി ഒരു ലീഫ്ലെറ്റ് അതല്ലെങ്കിൽ ഒരു നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് നോക്കാം. സാധാരണ നമ്മൾ നോട്ടീസ് എല്ലാം ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത് ഓഫ്സെറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗണത്തിലാണ് പെടുന്നത്. ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് 1/8 സൈസ്, അതായത് A4ന്റെ പകുതി വരുന്ന സൈസിലുള്ള ഒരു ലീഫ്ലെറ്റാണ് തയ്യാറാക്കുന്നത്. അതിനായി നമ്മൾ ന്യൂ പ്രീസെറ്റ് തയ്യാറാക്കേണ്ടതാണ്. ഞങ്ങൾ ഫയൽ എടുക്കുക, ന്യൂ. ഇവിടെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 14.5 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അതുപോലെ ഹൈറ്റ് 21 സെൻറ്റിമീറ്റർ കൊടുക്കാവുന്നതാണ്. റെസൊല്യൂഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റെസൊല്യൂഷൻ നമ്മൾ 300 പിക്സൽസ് പെർ ഇഞ്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഓഫ്സെറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ കളർ മോഡ് CMYK മോഡായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് തന്നെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു IT ട്രെയിനിങ് സെന്ററിന്റെ ഒരു ക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ലീഫ്ലെറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്കിവിടെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അതിനായി കീബോർഡിൽ P പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പെൻ ടൂൾ എടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ലോഗോ ഇവിടെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ പ്രോപ്പർട്ടിയിൽ പാത്ത് എന്നൊരു ഓപ്ഷനാണ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷേപ്പിലേക്ക് മാറുകയാണ്. അതുപോലെ അതിൻ്റെ ഫിൽ പ്രോപ്പർട്ടി നമുക്കിവിടെ ബ്ലാക്ക് കളർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ സ്ട്രോക്ക് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഞാനിവിടെ ഇത് നൺ ആക്റ്റീവ് ആക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായ ഷേപ്പ് അല്ലെങ്കിൽ ലോഗോ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആവശ്യമായ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ തുടങ്ങിയോട് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് റീഷേപ്പ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ആങ്കർ പോയിന്റുകൾ ക്രമീകരിക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഷേപ്പിന്റെ ഭാഗം പുതിയൊരു ഷേപ്പ് ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇത് മുഴുമിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഹാഫ് പാർട്ടീഷൻ മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പുറത്തെ സൈസും ഇതേപോലെ തന്നെ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഹാഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് മൂട്ട് കൊടുക്കാം. കീബോർഡിൽ V ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ്, കൺട്രോൾ T അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോം ബൗണ്ടിങ് ബോക്സ് കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുക. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 ലെയർ കൂടിയും ഒരുമിപ്പിക്കാവുന്നതാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഷേപ്പ് 1 എന്ന ഈ ലെയർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 ലെയർ സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി കീബോർഡിൽ കൺട്രോൾ E പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും ഒറ്റ ലെയറായിട്ട് മാറിയിരിക്കുന്നത് കാണാം. ചിലപ്പം ചെറുതാക്കാവുന്നതാണ്. കൺട്രോൾ T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് ആവശ്യമായ സൈസിലേക്ക് ക്രമീകരിക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഗ്രേഡിയന്റ് ഫിൽട്ടർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ FX എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രേഡിയന്റ് ഓവർലേ എന്ന ഓപ്ഷൻ എടുക്കുന്നു. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കിട്ടുന്നതാണ്. എൻ്റെ ഗ്രേഡിയന്റ് ഓപ്ഷൻസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായ കളർ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഈ എൻഡിലും ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഡാർക്ക് ബ്ലൂ തന്നെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് മറ്റൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്പം കോൺട്രാസ്റ്റ് കൂടിയ ഒരു ബ്ലൂ ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ. ഇതിൻ്റെ ബ്ലെൻഡ് മോഡ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ തൽക്കാലം നോർമൽ തന്നെ കൊടുക്കുന്നു. അതുപോലെ ഇതിൻ്റെ സ്റ്റൈൽ ഇപ്പോൾ ലീനിയറാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ റേഡിയൽ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ സ്കെയിലിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ഇതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു സ്ട്രോക്ക് കൂടി കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. അതിൻ്റെ സൈസ് നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കുക. അതുപോലെ പൊസിഷൻ ഇവിടെ ഔട്ട്സൈഡാണ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസൈഡ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നത്. ആ ഷേപ്പിൻ്റെ അകത്തേക്കാണ് സ്ട്രോക്ക് വരേണ്ടത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സൈസ് ഞാനൊരു 4 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ. ഇത് ഞാനിവിടേക്ക് പൊസിഷൻ ചെയ്യുന്നു. ഇനി ഞാൻ മറ്റൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ എടുക്കുക.
ഇതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കളർ ഇവിടെ നിന്ന് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഓഫ്സെറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കളറിൻ്റെയും 100% കൊടുക്കരുത്. ബ്ലാക്ക് മാത്രം 100 ആയിക്കൊണ്ട് ബാക്കി വരുന്ന കളറുകളെല്ലാം 0 ആയിരിക്കണം. അതായത് ഇപ്പോൾ കിടക്കുന്ന കളർ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. സ്യാൻ 74, മജന്ത 67, യെല്ലോ 66, ബ്ലാക്ക് 86. ഇങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെയെല്ലാം 100 ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഓവർ പ്രിന്റ് വരുമ്പോൾ അത് പൊസിഷൻ മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈനലായി നമുക്ക് ബ്ലാക്ക് കളറാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എപ്പോഴും വാല്യൂസ് ബ്ലാക്കിൽ മാത്രം 100 കൊടുക്കുക, ബാക്കിയെല്ലാം 0 ആയിട്ടായിരിക്കണം മെൻഷൻ ചെയ്യേണ്ടത്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് മൂട്ടുകൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. കൺട്രോൾ T, അല്പം ചെറുതാക്കുന്നു. കൂടാതെ അല്പം റൊട്ടേറ്റ് ചെയ്യുക. പുറത്ത് വെച്ച് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് റൊട്ടേഷൻ സാധ്യമാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ്. ഞാനത് എഫക്ട്സിൽ പോയി കൊടുക്കാതെ നമുക്ക് പ്രോപ്പർട്ടിയിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനെ നമുക്കിവിടെ പാത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ഷൻ ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ട്രോക്ക് ഇപ്പോൾ നന്നാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ റെഡ് സ്ട്രോക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് നമുക്കിവിടെ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. 13.72 പോയിന്റാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എനിക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. ഞാൻ ടൈപ്പ് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ അടിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മലയാളം ഫോണ്ട് കിടക്കുന്നതിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഫോണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് അല്പം ചെറുതാക്കുക. കൺട്രോൾ T, എൻ്റർ. ഇതിനകത്തേക്ക് എനിക്ക് ഒരു വൈറ്റ് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കിടക്കുന്നുണ്ട്. കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വൈറ്റ് കളർ ഫില്ലായി വരുന്നതാണ്. എനിക്ക് മറ്റൊരു ലെറ്റർ കൂടി ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ടൈപ്പിൽ കൊടുക്കുക. ഞാൻ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റ് കളർ കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് തന്നെയാണ് കിടക്കുന്നത്. മൂട്ട് കൊടുത്ത് നമുക്ക് ഇവിടേക്ക് പൊസിഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായി വരുന്നതാണ്. കൺട്രോൾ T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് ചെറുതാക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അല്പം കൂടി ചെറുതാക്കുക. എൻ്റർ. നമുക്കിതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ മാറ്റാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഇത് അല്പം പൊസിഷൻ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് ഇയറും കൂടി ടൈപ്പ് ചെയ്യേണ്ടതാണ്. വീണ്ടും ഞാൻ ടൈപ്പ് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുക. 2015. മൂട്ടുകൾ എടുത്തതിന് ശേഷം കൺട്രോൾ T, എൻ്റർ. അല്പം കൂടി ചെറുതാക്കുക. എൻ്റർ. നമുക്കിവിടെ ആവശ്യമില്ലാത്ത പാനൽ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. എനിക്കിതിന് റൗണ്ടഡ് ഷേപ്പിൽ നമുക്കൊരു മറ്റൊരു ലെറ്റർ കൂടെ ഫ്ലോ ചെയ്യേണ്ട ആവശ്യമാണ്. അതിനായി നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എലിപ്സ് ടൂൾ എടുക്കുക. ഇവിടെ ഷേപ്പ് എന്ന ഓപ്ഷൻ മാറ്റി പാത്ത് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഒരു പാത്ത് വരയ്ക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൽ വന്നുകൊണ്ട് ഇവിടെ സർക്കിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി വയ്ക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സർക്കിൾ കിട്ടുന്നതാണ്. പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമുക്കിത് പൊസിഷൻ ചെയ്യുക. ഇത് അല്പം കൂടി വലുതാക്കാവുന്നതാണ്. കൺട്രോൾ T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് വലുതാക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ടൈപ്പിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഐക്കൺ ഈ പാത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഇത് കൺട്രോൾ A അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ വരുന്നതാണ്. ഇവിടെ വൈറ്റ് കളർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ ആവശ്യമായ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്ത് മാർക്സ്. ഇത് നമ്മൾ വലിയ ഫോണ്ടാണ് വന്നിരിക്കുന്നത്. കൺട്രോൾ A തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെലക്ഷൻ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായ സൈസിലേക്ക് ഇത് ക്രമീകരിക്കുക. യെസ്,
കൺട്രോൾ ടി അടിച്ചുകൊണ്ട് നമുക്കിത് റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ടൈപ്പ് എടുത്തുകൊണ്ട് സെലക്ട് ചെയ്യുക. സൈസ് അല്പം കൂടി ചെറുതാക്കുക. കൺട്രോൾ ടി അടിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൊത്തം വലിപ്പം ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു മോഡലിനെ കൊണ്ടുവരാവുന്നതാണ്. ഞാൻ കൺട്രോൾ ഒ, ഈ പിക്ചർ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ പഠിച്ച സെലക്ഷൻ ടൂളിൽ എളുപ്പമായത് ഏതാണോ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഞാനിവിടെ പെൻ ടൂൾ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പെൻ ടൂൾ എടുക്കുന്നു. ഇവിടെ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ഇതിൻ്റെ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ മാറ്റി നമുക്കിവിടെ പാത്ത് ആക്റ്റീവ് ആക്കുക. ആവശ്യമായ വലുപ്പത്തിലേക്ക് ഇത് സൂം ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്യാൻ ആരംഭിക്കുക. നമ്മളിവിടെ തുടങ്ങി കൊടുത്ത് അവസാനിപ്പിക്കുക. അതിനുശേഷം കൺട്രോൾ 0, കൺട്രോൾ എൻ്റർ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ആവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ എഡ്ജ് അല്പം സ്മൂത്ത് ആവുന്നതിന് വേണ്ടി നമുക്ക് കൺട്രോൾ ആൾട്ട് ഡി അടിച്ച് കഴിഞ്ഞാൽ ഫെദർ സെലക്ഷൻ കിട്ടുന്നതാണ്. 0.5 പിക്സൽസ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം മൂട്ട് കൊടുത്ത് നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഫയലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കൺട്രോൾ ടി അല്പം ചെറുതാക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇമേജിനെ ഇവിടേക്ക് പൊസിഷൻ ചെയ്യുന്നു. അല്പം കൂടി ചെറുതാക്കുക. ഞാനിവിടെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കിവിടെ റെക്ടാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് ഇവിടെ പാത്ത് മാറ്റി ഞാനൊരു ഷേപ്പാണ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായ കളർ പിന്നീടായാലും സെലക്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായ കളർ ഫില്ല് ചെയ്യുക. ഈ ലെയർ നമുക്ക് താഴത്തേക്ക് ഇടേണ്ട ആവശ്യമാണ്. കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴത്തേക്ക് മാറുന്നതാണ്. ഈ പ്രോപ്പർട്ടി വിൻഡോ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഈ ഇമേജിൽ നിന്ന് കുറച്ച് വൈറ്റ് ഇവിടെ റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ നിന്നും കുറച്ച് കളയേണ്ട ആവശ്യമാണ്. ആ ലേഡി ഇവിടെ ലെയറിൽ നിൽക്കുക. സൂം ചെയ്തതിന് ശേഷം പെൻ ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ എൻ്റർ ആൾട്ട് കൺട്രോൾ ഡി ഫെദർ, അതുപോലെ ഇതിൻ്റെ അകത്ത് കൺട്രോൾ ഡി. ഈ ഫിൽ കളറിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രഡേഷൻ കൊടുക്കാവുന്നതാണ്. അതിനായി നമുക്ക് ആ കറസ്പോണ്ടിങ് ലെയർ എന്നതിന് ശേഷം എഫക്ട്സിൽ ഗ്രേഡിയൻറ്റ് ഓവർലേ എടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഗ്രേഡിയൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ ലേഡിയുടെ ലെയറിലേക്ക് വരിക. മൂട്ടർ എടുത്തുകൊണ്ട് ഞാനിതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. കൺട്രോൾ ജെ, കൺട്രോൾ ടി. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്ലിപ്പ് വെർട്ടിക്കൽ, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഞാനിവിടെ ഈ സെലക്ഷൻ കൊടുത്തുകൊണ്ട് ഡിലീറ്റ് കളയുന്നു. കൺട്രോൾ ഡി. ഇത് ലെയർ 1 കോപ്പി ഈ ലെയർ 1ൻ്റെ അടിയിലേക്ക് ഇടുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അതിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറയ്ക്കുക. അതിനകത്തേക്ക് നമുക്ക് അല്പം മോഷൻ ബ്ലർ കൊടുക്കാവുന്നതാണ്. ഫിൽട്ടർ, ബ്ലർ, മോഷൻ ബ്ലർ. ഓക്കെ, ഒപ്പാസിറ്റി ഇതല്പം റേസ് ചെയ്യുക. ഞാൻ വീണ്ടും ടൈപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് ടൈപ്പ് ചെയ്യുക. മൈൻഡ് ആൻഡ് ഗെറ്റ് റെഡി, എൻ്റർ.
ബിൽഡ് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുക IT Quest 2000 കൺട്രോൾ A. നമുക്കിത് ലെഫ്റ്റ് അലൈൻ ചെയ്യാവുന്നതാണ്. മൂട്ട് കൊടുത്തുകൊണ്ട് പൊസിഷൻ ചെയ്യുക. ടൈപ്പ് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ലൈൻ സ്പേസ് കുറയ്ക്കാവുന്നതാണ്. ആൾട്ട് അപ്പ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈൻ സ്പേസ് കുറഞ്ഞു വരുന്നതാണെന്ന് പഠിച്ചതാണ്. ശേഷം ഞാനിവിടെ അല്പം കൂടി സ്പേസ് കൊടുക്കുന്നു. ഇത് നമുക്ക് അല്പം വലുതാക്കാം. ഷിഫ്റ്റ് കൺട്രോൾ ഡോട്ട് അടിക്കുകയാണെങ്കിൽ വലുതായി കിട്ടുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ കളർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ റെഡ് കൊടുക്കുന്നു. അതുപോലെ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു കളർ ചൂസ് ചെയ്യുക. ഇതിൻ്റെ ഫോണ്ട് മാറ്റിയെടുക്കുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യുക. ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റൈറ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അവയിൽ സ്കോളർഷിപ്സ്. ഈ ടെക്സ്റ്റ് എനിക്ക് മറ്റൊരു ഷേപ്പിനകത്തേക്ക് ആക്കണം. ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്. പോളിഗൺ ടൂൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡ്സ് 6 അതിൻ്റെ സെറ്റിങ്സിൽ വന്നുകൊണ്ട് ഇൻഡൻറ്റ് സൈഡ്സ് ബൈ നമുക്കൊരു 25 കൊടുക്കാവുന്നതാണ്. എൻ്റർ. ഇനി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് വരയ്ക്കുക. ഇതിനകത്തേക്ക് നമുക്കൊരു ഗ്രേഡിയൻ്റ് എഫക്ട്സ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായ എഫക്റ്റ് ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ. ഇതിൻ്റെ ലീനിയർ മാറ്റി റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഇതിൻ്റെ സ്കെയിലിംഗ് അല്പം കൂട്ടുക. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആൾട്ട് കൺട്രോൾ T അടിച്ചതിന് ശേഷം ചെറുതാക്കുക. റൊട്ടേറ്റ് ചെയ്യുക. എൻ്റർ. അവിടെ ഗ്രേഡിയൻ്റ് സ്റ്റൈല് ചേഞ്ചസ് വരുത്തുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ. അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇനി ഞാനിവിടെ ഇതിൻ്റെ എലിപ്സ് ടൂൾ എടുക്കുകയാണ്. അതിനുശേഷം ഒരു എലിപ്സ് വരയ്ക്കുക. ഇതിൻ്റെ കളർ ഞാനിവിടെ ചേഞ്ച് വരുത്തുകയാണ്. ഇത് നമുക്ക് ലെയർ പുറകിലേക്ക് ഇടുക. അല്പം ചെറുതാക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ അല്പം കുറയ്ക്കുക. വീണ്ടും കൺട്രോൾ J അടിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. കൺട്രോൾ T. എൻ്റർ. അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുക. ഞാനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. എഫക്ട്സ് ബിവൽ ആൻഡ് എംബോസ്. സൈസ് അപ്പം കൂട്ടുക. സോഫ്റ്റ്നെസ്. അതുപോലെ അതിൻ്റെ കോണ്ടൂർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ. ഈ മുകളിൽ കിടക്കുന്ന ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാനിത് കോൺട്രാക്ട് ചെയ്യുന്നു. ഈ 4 ലെയറുകളും സെലക്ട് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നമുക്കിത് ലിങ്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം ഈ ടൈപ്പ് ലെയർ സെലക്ട് ചെയ്യുക. വെച്ചതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് സെൻറ്റർ അലൈൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പ് ആരോ
ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ സ്പേസ് കുറയുന്നതാണ്. അതിനുശേഷം വൈറ്റ് കളർ കൊടുക്കുക, കൺട്രോൾ ടി അടിച്ച് അല്പം ചെറുതാക്കുക. അതിലേക്ക് നമുക്ക് അല്പം ഷാഡോ കൊടുക്കാവുന്നതാണ്. എഫക്ട്സ്, ഡ്രോപ്പ് ഷാഡോ, അതിൻ്റെ ഒപ്പാസിറ്റി മാക്സിമത്തിൽ കൊടുക്കുന്നു, സൈസ് ഓക്കെ. ഇവിടേക്ക് വയ്ക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുക, പൊസിഷനിലിരിക്കുന്നു. വീണ്ടും ഞാനിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ കൊടുക്കുന്നു. അതിൻ്റെ കളർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ടൈപ്പ് കൊടുക്കുക, ടൈപ്പ് ചെയ്യുന്നു, കൺട്രോൾ ടി. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എലിപ്സ് 1 കോപ്പി. ഇത് ലിങ്ക്ഡ് ഫയൽ ആയതുകൊണ്ട് എല്ലാ ലെയറുകളും കോപ്പി ചെയ്ത് വന്നിരിക്കുകയാണ്. മുകളിലത്തെ ഈ സ്റ്റാറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് ലിങ്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അല്പം ചെറുതാക്കുക, കൺട്രോൾ ടി, എൻ്റർ. ഇനി ഞാനിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിനകത്തേക്ക് മറ്റൊരു കളർ കൊടുക്കുക. അതിനുശേഷം ടൈപ്പിലെടുത്ത് ടൈപ്പ് ചെയ്യുക, കാഷ്. ടെക്സ്റ്റിൻ്റെ കളർ ഒരു ഡാർക്ക് കളർ കൊടുക്കുന്നു, ഓക്കെ. വീണ്ടും ടൈപ്പ് കൊടുത്തതിന് ശേഷം റുപ്പീസ്, അതിനുശേഷം മൂട്ട് കൊടുക്കുക, അതിൻ്റെ കളർ മാറ്റുക, കൺട്രോൾ ഡിലീറ്റ്, കൺട്രോൾ ടി അടിച്ച് അല്പം വലുതാക്കാവുന്നതാണ്. എൻ്റർ. ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക, ഓക്കെ. വീണ്ടും ടൈപ്പ് ചെയ്യുക, ഫോർ ടെസ്റ്റ്, മൂട്ട് കൊടുക്കുക, എൻ്റർ. എഫക്ട്സ്, ഡ്രോപ്പ് ഷാഡോ, ഓക്കെ. ഈ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആൾട്ട് ഡിലീറ്റ്, അതിൻ്റെ ഷാഡോ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യുക, ഓക്കെ. ഞാനിവിടെ മറ്റൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഒരു ഷേപ്പ് വരയ്ക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കളർ കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കൺട്രോൾ ജെ, ഇതിൻ്റെ പൊസിഷൻ ഉയർത്തി വയ്ക്കുന്നു, കൺട്രോൾ ടി, എൻ്റർ. അതിൻ്റെ കളർ ചേഞ്ച് വരുത്തുക. ഞാനിവിടെ ഡയറക്റ്റ് സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഓക്കെ, ഇതിൻ്റെ മൂട്ട് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കൺട്രോൾ ടി. ഇതിൻ്റെ അകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലിപ്പ് വെർട്ടിക്കൽ, എൻ്റർ. തേക്കുന്നു. വീണ്ടും ഞാനൊരു ഷേപ്പ് എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ വരയ്ക്കുക, പെൻ ടൂൾ എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇവിടെയും ഒരു പോയിന്റ് ആഡ് ചെയ്യുക. ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഈ ഹാൻഡിൽസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ലെയർ നമുക്ക് മറ്റ് ലെയറുകളുടെ അടിയിലേക്ക് ഇടുക, കൺട്രോൾ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് വരുത്തുക, ഓക്കെ. കൺട്രോൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൂം ചെയ്യുകയാണ്. വീണ്ടും കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യുക. ഞാൻ വീണ്ടും മറ്റൊരു ബോക്സ് വരയ്ക്കുന്നു.
പെൻ ടൂൾ എടുക്കുക, കൺട്രോൾ പിടിച്ചുകൊണ്ട് ഇത് ആങ്കർ പോയിന്റ് എഡിറ്റ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. കൺട്രോൾ ടി ഇപ്പം ചെറുതാക്കുക. കൺട്രോൾ 0 ടൈപ്പിലെടുത്ത് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് കൺട്രോൾ എ ഓക്കെ. മൂട്ട് കൊടുത്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് ലെയർ വരുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. വീണ്ടും ടൈപ്പിൽ കൊടുക്കുക 17,18. മൂട്ട് കൊടുത്തതിന് ശേഷം ഉയർത്തി വയ്ക്കുക. കൺട്രോൾ ടി അല്പം ചെറുതാക്കുക. ഇതിൻ്റെ കളർ ഞാനിവിടെ മാറ്റിയിടുകയാണ്. ആൾട്ട് ഡിലീറ്റ്. ഇനി ഇവിടെ നമുക്ക് സ്ഥാപനത്തിൻ്റെ പേര് വയ്ക്കാവുന്നതാണ്. ഞാൻ അതിനായി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൗണ്ട് റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഒരു ബോക്സ് വരയ്ക്കുന്നു. ഇവിടെ നമുക്ക് കളർ ചേഞ്ച് കൊടുക്കുന്നു. ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി ഇപ്പം കുറയ്ക്കുകയാണ്. വീണ്ടും ടൈപ്പിൽ കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക. മൂട്ട് കൊടുത്ത് പൊസിഷൻ ചെയ്യുക. ഇത് ഞാൻ എൻ്റർ അടിക്കുക. സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കൺട്രോൾ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വലുതായി കിട്ടുന്നതാണ്. പൊസിഷൻ ചെയ്യുക. ഇത് അല്പം ചെറുതാക്കുക. ഫോണ്ട് ചേഞ്ച് വരുത്താവുന്നതാണ്. കൺട്രോൾ ടി അല്പം കൂടി ചെറുതാക്കുക. കളർ ചേഞ്ച് വരുത്തുക. ഓക്കെ. കൺട്രോൾ ടി ചെറുതാക്കുക. കൂടി അതിൻ്റെ ഗ്യാപ്പ് കൂട്ടുക. ഇവിടെ നമുക്ക് സെൻട്രൈസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് കളർ ചേഞ്ച് വരുത്തുക. ഡ്രോപ്പ് ഷാഡോ പിന്നെ സ്ട്രോക്ക് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഫോണ്ട് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇപ്പം കൂടി വലുതാക്കുക. ഇവിടെ ലൈൻ ടൂൾ എടുക്കുക. നമുക്കിവിടെ യെല്ലോ ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഫിൽ കളർ നന്നാക്കുന്നു. ഓക്കെ. ഞാനത് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ബോക്സ് വരയ്ക്കുന്നു.
ഇതിൻ്റെ ഔട്ട്ലൈൻ നണ്ണാക്കുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വൈറ്റ് കളർ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി കൊടുക്കുന്നു. ടൈപ്പ് കൊടുത്ത് ഫോൺ ചെറുതാക്കുക. കളർ ചേഞ്ച് വരുത്തുക. അതിൻ്റെ ഫോണ്ട് മാറ്റിയിടുക. അല്പം കൂടി ചെറുതാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫ്യൂച്ചർ എന്നുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ടൈപ്പ് കൊടുത്ത് 6 റിമൂവ് ചെയ്ത് കളയുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ നോട്ടീസിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് എല്ലാ ലെയറുകളും കൂടി ഒരുമിപ്പിക്കാവുന്നതാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ബാക്കിലെ ലെയർ സെലക്ട് ചെയ്യുക. കൺട്രോൾ ഇ. ഇനി നമുക്ക് ഇതിനൊരു വൈറ്റ് മാസ്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനെ ഞാൻ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയറായി മാറുന്നതാണ്. ഓക്കെ. കൺട്രോൾ ടി അടിച്ച് അല്പം ചെറുതാക്കാം. എൻ്റർ. പുതിയൊരു ലെയർ ഉണ്ടാക്കുക. ആ ലെയർ വലിച്ച് താഴേക്ക് ഇടുക. അതിനുശേഷം കൺട്രോൾ ഡിലീറ്റ്. ഇവിടെ നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ഷൻ ആവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എഡിറ്റ് സ്ട്രോക്ക്, ഇവിടെ കളർ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് 3 പിക്സലാണ് കൊടുക്കുന്നത്. ഓക്കെ. ഡീസെലക്ട് ചെയ്യുക. നമ്മുടെ സ്ട്രോക്ക് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് വന്നിരിക്കുന്നത് കാണാം. നമുക്കിത് ഫ്ലാറ്റൻ ചെയ്ത് ഒറ്റ ലെയറാക്കി മാറ്റാവുന്നതാണ്. നമുക്ക് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലാറ്റൻ ഇമേജ് കൊടുക്കുക. അതിനുശേഷം ഫയൽ സേവ് ചെയ്ത് വയ്ക്കുക. ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ടിഫ് ഫോർമാറ്റിൽ സേവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കിട്ടുന്നതാണ്. സാധാരണ ഇപ്പോൾ ജെപെഗ് ഫയൽ ഫോർമാറ്റിലും ഫയലുകൾ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഫയൽ നെയിം കൊടുക്കുക. നോട്ടീസ് സേവ്. അപ്പോൾ ഇതിൻ്റെ കംപ്രഷൻ ഇവിടെ ചോദിക്കുന്നതാണ്. നമുക്കിവിടെ LSW കംപ്രഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഫയൽ സേവ് ആയിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പ്രൊഫഷണൽ ആയുള്ള ഒരു വർക്കാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നന്നായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത സെഷൻ